പുതുനഗരം MVHSSൽ വിജയോത്സവം സംഘടിപ്പിച്ചു. SLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ അനുമോദിച്ചു. വിദ്യാർത്ഥികളുടെയും രക്ഷിതാക്കളുടെയും സാന്നിധ്യം കൊണ്ട് വിജയോത്സവം വർണ്ണാഭമായി. കെ പ്രേമൻ MLA ഉദ്ഘാടനം ചെയ്തു. SSLCക്ക് ഇപ്പോൾ എന്തായാലും വിജയശതമാനം 97-ന് മുകളിലാണ് അല്ലേ? ഹയർ സെക്കൻഡറി അതുപോലെ തന്നെയാണ്. അപ്പോൾ 100 പേര് പരീക്ഷ എഴുതിയാൽ 97 ആളും ജയിച്ചു. അപ്പൊ ജയിക്കുമ്പോൾ പിന്നെ അവിടെ ഒരു കുഴപ്പമില്ലല്ലോ അല്ലേ? തോൽക്കുമ്പോഴാണ് പ്രശ്നം. എന്നാൽ നിങ്ങളുടെ രക്ഷിതാക്കൾ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിൽ വിജയശതമാനം എന്ന് പറയുന്നത് കേവലം 20%. ഇല്ലേ? 30 അപൂർവം. അന്ന് വിജയശതമാനം എന്ന് പറയുമ്പോൾ 30 കൂട്ടിക്കൊള്ളു. 100 പേര് പരീക്ഷ എഴുതിയാൽ 30 പേരെ ജയിക്കും, 70 പേര് പരാജയത്തിന്റെ കയ്പുനീരുമായി പടിയിറങ്ങി പോകാം. അന്ന് പിന്നെ ഒരു ഗുണമുണ്ട് കേട്ടോ. ജയിച്ചാലും തോറ്റാലും ആരും മൈൻഡ് ചെയ്തില്ല. ജയിച്ചാൽ ഒരു നാരങ്ങ മുട്ടായി പോലും കിട്ടിയിട്ടുണ്ടാവും ഇല്ല. തോറ്റാ പിന്നെ ആരും പരിഗണിക്കില്ല. തോറ്റവൻ തോറ്റ പാട്ടിലൂടെ പോവുക. കാരണം അന്ന് നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് ഭക്ഷണത്തിന് വേണ്ടിയുള്ള പോരാട്ടമാണ് രക്ഷിതാക്കൾ നടത്തുന്നത്. ഓർമ്മയുണ്ടോ? ഇന്നിപ്പോ മക്കളെ ഒന്നും കണ്ടൊക്കെ ആയിരുന്നു. എത്ര താലോലിച്ചാലും എത്ര അവരെ എന്താ പറയാ എത്ര അവർക്ക് സൗകര്യം ചെയ്ത് കൊടുത്താലും രക്ഷിതാക്കൾക്ക് പോരാ എന്ന് തോന്നലാണ്. ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ മൊമന്റോകൾ ഏറ്റുവാങ്ങി. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ ബാബു അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം KM ഫെബിൻ മുഖ്യാതിഥിയായി പങ്കെടുത്തു. VHSC പ്രിൻസിപ്പൽ ബിജിമോൾ ജേക്കബ്, പ്രധാന അധ്യാപിക അലീന ബോബി, വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഇസ്മയിൽ, സ്കൂൾ പ്രിൻസിപ്പൽ MS ബീന, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ SA അബ്ദുൾ റഷീദ്, BRC BPC U ഹബീബ് റഹ്മാൻ, PTA പ്രസിഡന്റ് മുഹമ്മദ് റാഫി, സ്റ്റാഫ് സെക്രട്ടറി B ഷീബ എന്നിവർ പ്രസംഗിച്ചു. UTV ന്യൂസ്, പാലക്കാട്.